അട പായസം വയ്ക്കുവാണ്. അതിനായിട്ട് ഈ നെയ്യിലേക്ക് നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ച് അരമണിക്കൂറൊന്ന് നീക്കി വെച്ച അടയാണിത്. വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തത് നെയ്യിലേക്കിടുന്നു. നെയ്യിലേക്കിട്ട് ഒന്ന് വഴറ്റിയിട്ട് ആദ്യം ആ നെയ്യിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരി, അത് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ആ നെയ്യിലേക്ക് തന്നെ അട ഇട്ട് കൊടുക്കുകയാണ്. അടയിട്ട് നമ്മൾ ഇങ്ങനെ നെയ്യിലൊന്ന് വഴറ്റുകയാണ്. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ നെയ്യിൽ നമ്മൾ ഇങ്ങനെയൊന്ന് വഴറ്റിയിട്ട് നമ്മൾ ശർക്കര പാനിയാക്കി വെച്ചത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നു. മധുരമൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. ശർക്കര ഇങ്ങനെ ഒഴിച്ച് ഇളക്കുന്നു. ഇത്തിരി ഒന്ന് 5 മിനിറ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. നമ്മൾ ശർക്കരയിൽ ഒന്ന് കിടന്നൊന്ന് തിളച്ച് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ചവ്വരി, ഓപ്ഷണലാണ്, കുറച്ച് ചവ്വരി ചേർക്കുന്നു. എന്നിട്ട് ഒന്നിളക്കിയിട്ട് നമുക്ക് അതിനോടൊപ്പം ഇത് പാലും വെള്ളവും കൂടെയാണ്. പാലും വെള്ളവും കൂടെ കുറേശ്ശെയായി ചേർത്ത് കൊടുക്കാം. ഇനി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ചവ്വരി ട്രാൻസ്പെറൻ്റ് ആവുന്നത് വരെ ഇളക്കുമ്പോൾ പായസം റെഡിയാവും. അടയും അതോടൊപ്പം റെഡിയാവും. അപ്പോൾ നമ്മുടെ പായസം റെഡിയായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇടുന്നത് 1 സ്പൂൺ ഏലക്കാപ്പൊടിയും 1 സ്പൂണ് ചുക്കുപൊടിയും കൂടെ ചേർക്കുന്നു. പിന്നെ ലാസ്റ്റ് ഉപ്പ് ഒരു നുള്ളു മതി. എന്നിട്ട് നമ്മുടെ കാഷ്യൂവും കിസ്മിസും ചേർക്കുന്നു. പിന്നെ നമ്മുടെ കറുത്ത ശർക്കരയായിരുന്നെങ്കിൽ ഇത്രയും കൂടെ കളർ കിട്ടിയിരുന്നു. ഇത് ശർക്കരയുടെ കളർ കൊണ്ടാണ് ഈ കളറിലിരിക്കുന്നത്. നല്ല പായസമാണ്, നല്ല കൊഴുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല കൊഴുത്ത പായസമായിട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ അടപ്പായസം റെഡി. കറുത്ത ശർക്കര എടുക്കാൻ എല്ലാവരും ശ്രമിക്കണം. എല്ലാവരും വെച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.